അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? പിണറായി വിജയന്റെ ഭരണത്തെ പറ്റി എന്താണ് അഭിപ്രായം? മോശമാണെന്ന് പറയും. ചീത്ത, മോശം, തീരെ മോശം. അത്രേ ഉള്ളൂ. നല്ലതല്ല. അത് പൊതുജനം മുഴുവനും പറയും. പൊതുജനം മുഴുവനും പറയും അത് നല്ലതല്ലെന്ന്. അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കാണണം. ഓരോ വർഷം കൂടുന്തോറും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണേ. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എല്ലാം ശരിയാകും എന്നാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. എല്ലാം ശരിയായോ? എവിടെ ശരിയാകാൻ? എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. ഇപ്പൊ തരാം, തെക്കോട്ട് നോക്കിയിരുന്നോ? അയ്യോ, ഇത് ചോദിക്കണം. നിങ്ങൾക്ക് അറിയാൻ പാടില്ല മോശം പോണോ നല്ലതാണെന്ന്. എന്തിനാണ് വെറുതെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണത്? മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ഞാൻ ഇപ്രാവശ്യം ഒരു വോട്ട് ചെയ്ത വ്യക്തിയാ. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ഏത് ഇനി മേലാലും ജീവിതത്തിൽ ഈ സാധനം കാണുമ്പോ കണ്ടില്ല തെറിച്ച് പോകും. ഓ പൊതുവാൾജി, എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർത്തി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. മോശം, വളരെ മോശം. മോശം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണ തെറ്റുകുറ്റങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ 10 കാര്യം ചെയ്യുമ്പോ 2 കാര്യം മോശം വരും. നമ്മൾ ക്ഷമിക്കണില്ലേ? സ്വാഭാവികം. എന്നുവെച്ചാല് മന്ത്രിമാരൊന്നും യഥാർത്ഥ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. നമ്മുടെ വോട്ട് മേടിച്ചിട്ടാണ് അവർ ഈ സ്ഥാനത്തൊക്കെ കയറിയേക്കണം. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ജനസംസാരം അങ്ങനെ എന്റെ എല്ലാ മാനവും പോയി. മോശം അഭിപ്രായം. ആദ്യം കൊള്ളായിരുന്നു, രണ്ടാമത് കിട്ടിയപ്പോ അഹങ്കാരം കൂടി. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, ഉമ്മൻചാണ്ടിയുടെ അയാൾക്ക് ഇപ്പോഴും വീടില്ല, പണിതുകൊണ്ടിരിക്കണേ ഉള്ളു. ഇവിടെ കോടികൾ ആയിരക്കണക്കിനും ബാങ്കിലിട്ടിട്ടാണ് ആൾക്കാർ നടക്കണം. അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. ഒരു ബൂർഷ കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹാക്കളിൽ നിന്നോട് പെരുമാറിയത്. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്ന് എന്നെ ചീത്ത വിളിച്ചു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.